हेलो इंदिरा? यस सर, इंदिरा। कांग्रेचुलेशंस इंदु। थैंक यू। एक आदमी नीचे तुम्हारा इंतजार कर रहा है। ओह, ओके सर। ആ എന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു. ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. എനിക്കതല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മിനിറ്റ് വെച്ച് കടലിന് അക്കരെ ഇരിക്കുന്ന മൂപ്പർ അറിയുന്നതാണ് അതിശയം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ ഒക്കില്ലല്ലോ. നമ്മളെ ഇന്ന് സമാധാന കമ്മിറ്റിക്ക് വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. എന്നെയും വിളിച്ചിട്ടുണ്ട്. ആ അതിരിക്കട്ടെ, നിങ്ങളുടെ ഡ്രൈവർ സിദ്ദിഖിന്റെ കാര്യം എന്തായി? ഓൻ ആസ്പത്രിയില്ല, ഇറക്കാൻ നമ്മൾ ആളെ വിട്ടിട്ടുണ്ട്. ഇവിടത്തെ ഭക്ഷണം മോശമായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് പൊറോട്ടയും നല്ല ഒന്നാന്തരം ചില്ലി ചിക്കനും വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ തോന്നി അത് കഴിച്ച് നിനക്ക് ഇനിയും കൂടുതലായല്ലോ, അതുകൊണ്ട് മുഴുവനും ഞാൻ തന്നെ കഴിച്ചു. എനിക്കങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റാത്ത അസുഖമൊന്നുമില്ല. അത് കണ്ട തല അല്പമെങ്കിലും പൊങ്ങുമായിരുന്നെങ്കിൽ സ്റ്റേഷനിലെ പിരി ഒഴിവാക്കിട്ട് നീ ഇതേപോലെ വന്ന് കിടക്കുവോ? അങ്ങനെ വിളിക്കരുത്, അത് മോശം. ഇവിടെ നിന്ന് ഇയാളെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. ഡോക്ടറുടെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകാൻ ഒക്കില്ല. ഞങ്ങൾക്കൊരു ഡോക്ടറിന് സമ്മതം വേണ്ട. പോലീസിന്റെ വേണ്ടി വരും. കസ്റ്റഡിയിലെടുത്ത പ്രതിയാണ് ഇയാൾ. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എവിടുത്തെ ന്യായമാ സാറേ? മര്യാദയ്ക്ക് ഇയാളെ കൊണ്ടുവെക്കരുത്. അത് കൊള്ളാം. അരിയിൽ നിന്ന് ആശാരിച്ചും കടിച്ച് പിന്നെയും പട്ടില്ല. ആരാണ് നിങ്ങൾ അയച്ചത്? ഹുസൈൻ സാഹിബ് കമ്മത്തിച്ചിട്ട് കൊള്ളയടിക്കാൻ അയച്ച ആളാണോ? ആരാണ് അയച്ചത്? മാഡം. അപ്പോ കച്ചവടക്കാരുടെ നഷ്ടപരിഹാരം 4-5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് തന്നെ ഉണ്ട്. അതെല്ലാം പറഞ്ഞില്ലേ, പരിഗണിക്കും. ആ നമ്മൾ സമാധാന കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നാട്ടിൽ നിങ്ങളെല്ലാം ചേർന്ന് സമാധാനം ഉണ്ടാക്കണം. കമ്മിറ്റി കൺവീനർ ശ്രീമതി പേര് മറന്നു. മാഡം. ആ മാഡം, മാഡം വേണം നേതൃത്വം നൽകാൻ. ഷുവർ. അപ്പൊ ശരി. ഞങ്ങളുടെ അറിവിലൂടെ ലഹള നടത്തിയവരുടെ പേരായത്. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം. ആ കമ്മീഷണർ, കമ്മിറ്റി കൺവീനർ ആയിട്ട് ഒരാളെ എടുത്തില്ലേ? മേഡമോ ഇടവമോ ഏതാ സ്ത്രീ? ഇന്ദിരാശങ്കർ. ഇവിടുത്തെ വിശ്വഭാരതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നവരാണ്. വേറെ എക്സ്പോർട്ട്, സീ ഫുഡ് തുടങ്ങിയ പല ബിസിനസ്സും ഉണ്ടാവും. ഓഹോ, ഏതായാലും ലഹളക്കാരെ സമാധാനമായി നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കർശനമായി ആക്ഷൻ എടുക്കണം. സർ, സഹദേവന്റെ ഇവിടുത്തെ ചാരായക്കട മാറ്റാൻ അമ്പലമുണ്ട് പള്ളിയുണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ പൗരസംഘത്തിന്റെ നേതാവാണിവൻ. ഇല്ലടാ, ഇടിച്ചിവന്റെ എല്ലൊടിക്കണം. നിങ്ങൾ ഒരു ന്യായമൊക്കെ കേൾക്കണ്ട. പോലീസ് കുപ്പായിട്ട് അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്ന്? മിസ്റ്റർ ഹുസൈൻ, ആ കള്ള ഇമാർ ഇൻസ്പെക്ടർ വെടിവെപ്പി പരിക്ക് പറ്റി ആസ്പത്രി കിടക്കണോടുന്ന എന്റെ ഡ്രൈവറെ പിടിച്ചോടുന്നത്. അത് എന്ത് കുറ്റത്തിനാണ് എനിക്ക് അറിയണം. ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ അന്വേഷിച്ചാലും വേണ്ടില്ല, തലകുത്തി മറിഞ്ഞാലും വേണ്ടില്ല. കോനെപ്പ വിട്ട് കിട്ടണം. ശരി, നമുക്ക് വഴിയുണ്ടാക്കാം. മിസ്റ്റർ ഹുസൈൻ സാഹിബ് ഇരിക്കൂ. ഇരിക്കണില്ല. കേരളാവട്ടെ. ഒരു സീനിയർ ഓഫീസറുടെ മുറിയിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയാണ്, ഒട്ടും മാനേജ് ഇല്ലാതെ. സോറി സർ. മേ ഐ കം ഇൻ സർ? എനിക്ക് എന്താ വേണ്ടത്? എന്നോട് അന്വേഷിക്കാതെ ലോക്കപ്പിൽ ഇരുന്ന പ്രതികളെ സാർ റിലീസ് ചെയ്തു. അവരിൽ ആശുപത്രിയിൽ കിടന്ന ഒരു രോഗിയടക്കം ബലം പ്രയോഗിച്ചല്ലേ ഇയാൾ അറസ്റ്റ് ചെയ്തത്? റൈറ്റിൽ പങ്കെടുത്ത പ്രതികളാണ് സാർ അവര്. കുറ്റം സംബന്ധിച്ച് അവർ ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യോഗ്യന്മാർ ആരൊക്കെയാണെന്നത് അടക്കം അവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും സാർ എനിക്ക് പെർമിഷൻ തരണം. നോ, ലോക്കപ്പിൽ താൻ ഇടിച്ചു പറയിച്ച കാര്യങ്ങൾ കോടതിയിൽ അവർ നിഷേധിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇതിൽ പ്രതികളാക്കിയിരിക്കുന്ന വ്യക്തികളെ തനിക്ക് ശരിക്കറിയാമോ?
അവരുടെ സ്ട്രെങ്തും സോഷ്യൽ സ്റ്റാറ്റസും? ഇവിടുത്തെ പോലീസ് കമ്മീഷൻ അടക്കം ഓച്ചാനിച്ച് നിൽക്കുന്ന നാട്ടിലെ പ്രമാണിമാര്. ബൽറാം, അവരെ പേടിച്ചല്ലേ സാർ ഈ പ്രതികളെ വിട്ടുകൊടുത്തത്? പണവും സ്വാധീനവും ഉപയോഗിച്ച് തേഞ്ഞിക്കൽ ലഹള നടത്തിച്ചത് എന്റെ അന്വേഷണത്തിൽ ഈ സംഘമാണ്, അല്ലാതെ അതൊരു വർഗീയ കലാപമായിരുന്നില്ല. അടിസ്ഥാനമില്ലാതെ വാദിച്ചാൽ പോരാ. Can you prove that? സത്യമാണ് സർ. സത്യം കണക്കിലെടുത്ത് കോടതി ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് താൻ എന്റെ മുന്നിൽ നിൽക്കില്ലായിരുന്നു. ഒരു ക്രിമിനൽ പുള്ളിയായിരുന്നെങ്കിലും സത്യരാജിനെ താനല്ലേ വെടിവെച്ചു വന്നത്? പലരുടെയും മുന്നിൽ വെച്ച് താൻ അയാൾക്ക് നേരെ നിറയൊഴിച്ചിട്ടും പ്രോസിക്യൂഷന് കുറ്റം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ താൻ രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ഇയാൾ തന്നെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ബ്രാഹ്മണ. സർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. ഹലോ, കോടതിയെ ബോധ്യപ്പെടുത്താൻ എവിഡൻസ് വേണം. ഐ മീൻ സിമന്റഡ് പ്രൂഫ്. ഇത്തരത്തിലുള്ള വലിയവർക്കെതിരായി ആക്ഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് യുനോ വി ആർ വാക്കിംഗ് ഓൺ എ റൈസേഴ്സ് എഡ്ജ്. സൂക്ഷിക്കണം, എടുത്തിയാടിയാൽ നമ്മളാവും പെടുക. താൻ ഇതിൽ പറയുന്ന ഒരു അന്വേഷിക്കും. സഹദേവൻ അറിയില്ലേ, ഇവിടുത്തെ പാർട്ടിയുടെ സർ, അയാൾ തന്ന ലിസ്റ്റാണ്. ഹലോ, ഞാനിത് അറിയില്ല സർ. രണ്ടു ദിവസത്തിന്റെ കാര്യം പറയാനേ പറഞ്ഞു. എന്നെ ഇടിക്കുന്നു. എന്നെ കൊല്ലല്ലേ സാർ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോകരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ച് കലക്കി ഇവൻ ചത്തുപോയാ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാ. ഇഡിയറ്റ്. നീ ചാടുപടി, കേട്ടും പറ്റില്ല. മനുഷ്യരെ നിന്റെ ഒരു ചാട്ടം കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇടിയോടെ ബാക്കി ഞാൻ വന്നിട്ട്. ആരല്ലേ വന്നേ? ഇൻസ്പെക്ടർ എഫ് ഐ ആണ് ഞാൻ. ബൽറാം സാറിനാണോ അന്വേഷിക്കുന്നത്? അതെ. സാർ ഇല്ലെന്ന് തോന്നുന്നു. നോക്കൂ. പ്ലീസ്. കൃഷ്ണ ജ്വല്ലേഴ്സിലാണല്ലേ? എന്താ? അല്ല, ലീലാമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. നിങ്ങളെ അല്ല, ബൽറാം സാറിനെയാണ് അന്വേഷിച്ചത്. അദ്ദേഹം അവിടെ ഇല്ലേ? ഇല്ല. നിൽക്കൂ. എവിടെ പോയതാണ് അദ്ദേഹം? അറിയില്ല. പറയാം. അച്ഛനിപ്പോ വരാം. സിസ്റ്ററോട് കാര്യം പറയട്ടെ. സിസ്റ്റർക്ക് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ അറിയാലോ. രാത്രി പോലും കോട്ടയത്തിൽ എത്താൻ നോക്കില്ല. അവിടേക്ക് ഇവളെ കൊണ്ടുപോയാല് ഇല്ലെങ്കിൽ കുട്ടിക്ക് സങ്കടാവും. അവളുടെ കൂട്ടുകാരെല്ലാം പോയി. എനിക്കും ഇല്ലേ സിസ്റ്റർ വിഷമം. പ്ലീസ് ഒരു 2 ദിവസത്തേക്ക് എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ശരി. മോളെ അച്ഛൻ പിന്നെ കൊണ്ടുപോകാം കേട്ടോ. അമൃത, ഇങ്ങ് വരൂ. അച്ഛനോടെ കാത്തിരിക്കുക. എനിക്ക് ബോർഡിങ്ങിൽ പോകണ്ട, അമ്മയുടെ കൂടെ മതി. മോൾ ഇവിടെ നിന്നോട്ടെ. കഷ്ടാണേ, ബോർഡിങ്ങിൽ ഒറ്റയ്ക്ക് എന്തിനാ അയക്കണേ? നീ ലാളിച്ച് ചീത്തയാകാതിരിക്കാൻ വേണ്ടി അല്ലേ മോളെ? അമ്മ എനിക്ക് പോണ്ട.
സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. എവിടെയാണ് നിന്റെ അമ്മ? പോയി വിളിക്കണം. അമ്മേ, അച്ഛൻ വന്നു. അച്ഛൻ കുടിച്ചിട്ടുണ്ടോ മക്കളെ? ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, അയലത്തുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേ? നീ സ്റ്റേഷൻ ലെസ് ആണെങ്കിൽ ഞാൻ ഈ വീട്ടിലെ DGP ആണെന്ന് ഓർത്തോ, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. എനിക്ക് അടുക്കള വേറെ ജോലിയുണ്ട്. നിനക്ക് എന്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് പോയാൽ മതി. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് എന്നെ കൊച്ചാക്കണം, എന്നെ ഒരുമാതിരി കുഞ്ഞിരാമനാക്കണം. ഞാനിത് സഹിക്കാൻ തുടങ്ങി കുറെ കാലമായി. കള്ളു കുടിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഇല്ലടി, ഈ ഫീലിങ്സ് കൊണ്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. എന്നെ വിളിച്ചു വരുത്തി സല്യൂട്ട് അടുപ്പിച്ച് നിന്നെ സാറെന്ന് വിളിപ്പിച്ച് എന്നിട്ട് എനിക്ക് കോൺസ്റ്റബിൾ സുധാകരനല്ല ഇൻസ്പെക്ടർ ബലറാമിനെയാണ് കാണേണ്ടത്. എന്നെ എനിക്ക് വേണ്ട അല്ലേടി. നീ വെറും PC സാധാ കോൺസ്റ്റബിൾ ആയിരുന്ന കാലത്ത് എനിക്ക് എഴുതിയ കത്തുകൾ ഇപ്പോഴും എന്റെ പെട്ടിക്കകത്ത് കാണും. എഴുതി എഴുതി എന്നെ കിടക്കി മയക്കി എടുത്തിട്ട് ഇപ്പോ പിള്ളേര് കേൾക്ക. നിങ്ങൾ ഈ വൃത്തികേട് പറയാതെ. കേക്കിട്ടടി നാട്ടുകാർ മുഴുവൻ. PC ദാക്ഷായണി SI ദാക്ഷായണി ആയത് വോളിബോൾ കോർട്ടിൽ പന്ത് ഉയർത്തി കൊടുത്തിട്ടല്ലേ, അല്ലാതെ നിന്റെ മെറിച്ചോണ്ടല്ലോ. അല്ല, സമ്മതിച്ചു. പോലീസ് ടീമിൽ ഏലിയാമ്മ ആയില്ലെങ്കിലും നീ പൊക്കിയ പന്തിന് പകരം ഡിപ്പാർട്ട്മെന്റ് നിന്നെ പൊക്കാനാണുണ്ടായി. അതുകൊണ്ട് ഇയാൾക്കെന്തോ നഷ്ടം വന്നു. ഈ കായിക പ്രതിഭയ്ക്ക് ഇപ്പൊ സുധാരണ വേണ്ട, ഇൻസ്പെക്ടർ ബലറാം മതി. ദേ കൂടി പോകുന്നു. എങ്കിൽ ബലറാമിന്റെ കൂടെ ക്വാർട്ടേഴ്സിൽ പോയി പുറത്തോടെ നീ. അയ്യോ, ഇത് ഞാൻ സാറിനോട് പറയാൻ പേടിപ്പിക്കാടി. എന്താടി അവനൊരു ചൊരണ്ടോ? എടി ഇൻസ്പെക്ടർ ബലറാം നാട്ടുകാരെ വിളിക്കുന്ന പോലെ കരടി ബാലുവാണെങ്കിൽ ഈ സുധാകരൻ വ്യാക്രമാണടി, വ്യാക്രം. വ്യാക്രം കൂർക്കപ്പന്നിന്ന് പറ. റോഡിലെ കാട്ടം തിന്നുന്ന. എന്താടാ അവള് പറഞ്ഞേ? റോഡിലെ കാട്ടം തിന്ന് നടക്കുന്ന കൂർക്കപ്പന്നിന്ന്. പന്നിന്ന എന്ന് പറഞ്ഞ അവള്? അമ്മേ, അച്ഛൻ തോക്കെടുത്തു. എന്റെ ദൈവമേ. അയ്യോ, അതിൽ നിറയുണ്ട്. നിങ്ങൾ അതും വെച്ച് കൊല്ലൂടെ എല്ലാത്തിനെയും. മൂന്നിനെയും കൊണ്ട് ഞാൻ ചാവും. ദൈവത്തെ ഓർത്തരുതേ. നിങ്ങൾ ബോധമില്ലാതെ വല്ലതും. ഇല്ലേ, നിന്റെ ഉദ്യോഗം മേലായിട്ട് സഹിച്ച് അടിമയെ പോലെ അനുസരിച്ച് ജീവിക്കുന്ന ആരും വേണ്ട, ഞാൻ അനുസരിച്ചോളാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഉറപ്പാണ്. ആ. ആ. ഇങ്ങോട്ട് മാറിക്കടി, മാറിക്കാൻ. അറ്റൻഷനിൽ സല്യൂട്ട് ചെയ്യ്. നേരെ കറക്റ്റായിട്ട് ചെയ്യേ. ദേ, 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 ദേ. ഞാൻ പ്രീതി കൃഷ്ണ, കൃഷ്ണ ജുവല്ലേഴ്സിലെ. അറിയാം. എന്തിനാ ഇവിടെ വന്നത്? 2 തവണ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചു. അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. സാർ, തക്കതായ തെളിവുകൾ ഉണ്ടായിട്ടും എന്റെ അച്ഛന്റെ കൊലയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഇതുവരെ നിങ്ങൾ ഒരു ആക്ഷനും എടുത്തില്ല. കുറ്റപ്പെടുത്തുമല്ല. ഓരോ സ്റ്റേറ്റിലും ദിവസവും നടക്കുന്ന കൊലകളുടെ എണ്ണം പത്രങ്ങളിൽ വരാറില്ലേ? വെറും എണ്ണങ്ങൾ മാത്രം. അവർക്ക് പേരില്ല, വിലാസങ്ങളില്ല. ആ തരത്തിൽ വെറും ഒരക്കമാവരുത് എന്റെ അച്ഛനും. എന്താ താൻ പറഞ്ഞു വരുന്നത്? I am not asking you any favor. My only request to you is, as a police officer, please do your duty, sir. കാലത്തെ വിളിച്ചുകൊടുത്ത് നീ എന്നെ ഡ്യൂട്ടി പഠിപ്പിക്കണം. Sorry, sir. Please see my position. പോലീസ് ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വല്ലതും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വരൂ. ഇവിടെ വെച്ച് ഞാനൊന്നും കേൾക്കില്ല. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയിൽ എനിക്ക് വിശ്വാസമില്ല. പ്രതികൾ പണവും സ്വാധീനമുള്ളവരാണ്. ഇവിടുത്തെ പോലീസ് കമ്മീഷണർക്ക് വരെ ഈ കൊലയുമായി ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. നീ എവിടുത്തെ മറ്റവളായിരുന്നാലും ശരി, എന്റെ സീനിയർ ഓഫീസേഴ്സിനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. ആ ഓഫീസറെ കുട്ടിക്കാലം തൊട്ടേ അങ്കിളെന്ന് വിളിച്ച് വളർന്നോളാം ഞാൻ. എന്റെ അച്ഛനോടൊപ്പം ചീട്ട് കളിക്കാനും വിസ്കി കഴിക്കാനും ദിവസേന വീട്ടിൽ വന്നിരുന്ന ഏക ഫാമിലി ഫ്രണ്ട്. ആ ആൾ എന്റെ അച്ഛൻ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് ശവം പോലും കാണാൻ വന്നില്ല? എന്തുകൊണ്ട് ഇന്ന് വരെ ഫോണിൽ വിളിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ചില്ല? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. സാർ അന്വേഷിക്കണം. ഈ കൊലയുമായി ബന്ധപ്പെട്ടവരെന്ന് ഞാൻ സംശയിക്കുന്ന ആളുകളുടെ പേരുകൾ ഇതിലുണ്ട്. കാരണം ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ട്. സാർ വായിക്കണം. നീ കൽപ്പിക്കണം. അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി എത്ര പണം വേണം എടുത്തോളൂ. പോരെങ്കിലും എന്റെ അച്ഛന്റെ മുഴുവൻ സമ്പാദ്യവും. നിന്റെ പണം കണ്ട് വാലാട്ടി അനുസരിക്കുന്ന പട്ടികളാണ് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരെന്ന് നീ കരുതിയോ? ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ കൈക്കൂലി തന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കൊലയാളികളെ വെറുതെ വിട്ട്
ഈ ചെറിയ തെറ്റിന് എന്നെ ശിക്ഷിക്കുന്ന ധീരതയല്ല. ഇയാൾ അത്രയ്ക്ക് പ്രിൻസിപ്പൾ ഉള്ള ആളാണെങ്കിൽ മുഖം നോക്കാതെ ശുപാർശ കേൾക്കാതെ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ധൈര്യമുണ്ടോ, ആണത്തുണ്ടോ? എടി പൊടിയെന്നും മറ്റും വിളിക്കുന്ന സൂക്ഷിച്ചു വേണം. എന്ത് വിളിക്കണോ ഇതിനെ? അസഭ്യം കേട്ടാ സുഖിക്കുന്ന ചില സ്ത്രീകളുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഓ നീ വലിയ പൊടിച്ചൂലേ. ആ പേര് വിളിക്കേണ്ടത് എന്നെയല്ല. നാട് നിങ്ങൾ തൂത്തുവാരി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ കൂടെ പൊറപ്പിച്ച നിങ്ങളുടെ